ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാൻ രാവിലെ എണീക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഗൈസ് മനുഷ്യരൊന്ന് സ്ട്രെസ്സൊക്കെ ആയിട്ടൊന്ന് കിടന്നുറങ്ങുന്നതാണ്. ഇച്ചിരി ഒരു 8:30 വരെയെങ്കിലും ഒന്ന് കിടക്കാൻ സമ്മതിക്കണ്ടേ? 6 മണിയാകുമ്പോൾ തുടങ്ങും ഗൈസ്. ഇവരിങ്ങനെ ഇവിടെ ബാംഗ്ലൂരിലുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ തന്നെ ഈ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, അവർ മൈക്കിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വേണ്ട. അതാണ് ഞാൻ എണീറ്റ ഗൈസ്. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് ഇപ്പോഴും. എന്തായാലും രാവിലെയൊക്കെ എണീറ്റല്ലേ, അപ്പം പല്ല് തേച്ചേക്കാന്ന് ഓർത്ത് പല്ല് തേക്കാൻ പോവാണ് ഗൈസ്. പല്ല് തേച്ചിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. ഒരുപാട് പരിപാടികളുണ്ടെന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ കാണാം. ബ്രഷ് ചെയ്തു, ഒരു ലിപ് ബാം ഇട്ടു, ഒരു മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഗ്രീൻ ടീ. ഇറ്റ്സ് ടൈം ഫോർ ഗ്രീൻ ടീ. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. ായിട്ടും ഒക്കെ മുറ്റി സാധനമാണ് ഗൈസ്. ഇതിൻ്റെ അടിയിൽ കുറേ പണികളുണ്ട്. നമ്മൾ ഈ വീക്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് ആകുമ്പോഴാണ് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ക്ലോത്തൊക്കെ കഴുകാറുണ്ട്, തുണിയൊക്കെ ഇളക്കി ഇടാറുണ്ട്. താഴൊരു വൃത്തികെട്ട ഒരു പെട്ടിയുണ്ട്, ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കും. അപ്പം വീക്കെൻഡ് ആകുമ്പോഴാണ് ഞാൻ തുണിയൊക്കെ മടക്കി വെക്കാറ്. ടൈം കിട്ടണ്ടേ. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ട് മടക്കി വെക്കാം. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കിനി പരിപാടികളേ ഉള്ളൂ. ഇനി പണിയുണ്ട്. ഞാൻ അലക്കാനൊന്നുമില്ല. ഞാൻ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം വെച്ച് ഞാൻ അലക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അലക്കാനായിട്ടൊന്നുമില്ല. തുണി മടക്കാനായിട്ട് മടക്കി വെച്ചു. ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ ഷൂസും ചപ്പൽസും എല്ലാം ഇവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇനി മാറ്റണം. പിന്നെ റൂമൊന്ന് തുടയ്ക്കണം, തൂക്കണം. പിന്നെ എനിക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യാതിരിക്കണം. അപ്പം നമുക്ക് ഇതാണ് കിച്ചൺ ഗൈസ്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ അരിയാം. എൻ്റെ സാമ്പാറൊക്കെ ഭയങ്കര വെറൈറ്റി സാമ്പാറുകളാണ്. ഞാൻ എൻ്റേതായ രീതിയിലാണ് എൻ്റെ സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കിങ്ങൊന്നും വലിയ സീനില്ല. എനിക്ക് കഴിക്കാൻ പറ്റും, എനിക്ക് കഴിച്ചാൽ മതിയല്ലോ. എനിക്ക് പിന്നെ അപ്പം എല്ലാം ക്ലീനാക്കി പോകണം. ഇല്ലെങ്കിൽ സീനാണ്. അപ്പം ക്ലീനാക്കണം. ചെയ്യുന്ന കൂടെ തന്നെ പാത്രം കഴുകണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അപ്പം എനിക്ക് ഇത് ക്ലീനാക്കി എല്ലാം ക്ലീനാക്കി ഫുൾ ടൈം നീറ്റായിട്ട് കിടക്കണം. അതാണ് എൻ്റെ പോളിസി. അല്ലെങ്കിൽ സീനാണ് മക്കളേ. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. സാമ്പാറൊക്കെ വേകുന്ന സമയത്ത് ഞാൻ ആ ക്ലീനിങ് പരിപാടിയും കൂടെ ഒന്ന് നടത്തിയേക്കാം, അല്ലെങ്കിൽ സമയം പോവും. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി എനിക്കുണ്ടോ, എനിക്ക് പാട്ട് കേട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റും. പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാം. അതാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്കിനി സുടാ ദോശ, ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. സുടായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി, സാമ്പാറും ഗോതമ്പ് ദോശയും. പിന്നെ അമ്മ എനിക്ക് ചട്നി മറ്റേ ഇതിവിടെ തേങ്ങ ഇതില്ലേ, ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ നമുക്ക് ദോശയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും കൂടെ സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഞാൻ പാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സുടാ ദോശ, ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിടാം.
സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നേ ഒന്നും ഈ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലായിരുന്നു. മുന്നേ ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നു ഗോതമ്പ് ദോശ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ച് ശീലമായിപ്പോയി. അതൊന്നും ഇല്ലല്ലോ, നിവർത്തിയില്ല. അപ്പോൾ ഗോതമ്പ് ദോശ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ദോശ മൊത്തം ഒന്ന് ചുട്ടിട്ട് കാണാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ദോശ കഴിഞ്ഞ് പോകും. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു കഴിച്ചു. ബൈ. അപ്പോൾ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി. ആൻഡ് ദോശ റെഡി. സീരിയസ്ലി സൂപ്പർ സാമ്പാർ, സൂപ്പർ. ആക്ച്വലി ഞാൻ സാമ്പാർ സൂപ്പറാണ്. ഫുഡ് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് എനിക്കറിയണ്ട. അപ്പോൾ എൻ്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു റൊട്ടീനിൽ പെടുന്നതാണ് വായിക്കുന്ന സ്വഭാവം. കാരണം തന്നെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഫോണിൽ ഒരുപാട്, എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഫോണിൽ ഒരുപാട് നോക്കുന്നതിനേക്കാളും നല്ലത് വായിക്കുക. സോ മച്ച്. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഞാൻ വായിക്കും. ഞാൻ വായിക്കുന്ന വെച്ചാൽ ഒന്നെങ്കിൽ ബയോഗ്രഫീസ് ആയിരിക്കും, അതായത് നമ്മുടെ ജീവചരിത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ വായിക്കാൻ എനിക്കിഷ്ടം ബഷീറിൻ്റെ ഒക്കെ ടൈപ്പിലെ സ്റ്റോറീസും അങ്ങനത്തെ കുട്ടി കുട്ടി സ്റ്റോറീസൊക്കെ ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ എടുത്ത് എൻ്റെ 3 ബുക്കുകളുണ്ട്. ഇതിൽ ഇവിടെ മയ്യഴിപ്പുരയുടെ ദിനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന് പറയുന്നത് 3 എണ്ണമുണ്ട്. ഇനി കാളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മയ്യഴിപ്പുഴ ഒരു റൗണ്ട് ഒരു ഹാഫ് എത്തി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വായിച്ചു. അപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. ഈ ബുക്ക് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്ക്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ പിടിച്ചിരുത്തുന്ന സ്റ്റോറീസ് നമ്മൾ കേട്ടില്ല, ആ ടൈപ്പിലുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാനിപ്പോൾ ഒരു ഹാഫ് എത്തി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി നമ്മുടെ മുകുന്ദൻ്റെ ഇത് വായിക്കാൻ, നമ്മുടെ മയ്യഴിപ്പുഴ ബാക്കി വായിക്കാനായിട്ട്. അത് അത്യാവശ്യം നല്ല സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ ഒരു യുദ്ധകാലത്തെ പറ്റിയ, യുദ്ധത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് കഴിഞ്ഞിട്ട് കാളി വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാൻ റൂമിന് വെളിയിൽ നിൽക്കുകയാണ്. ഞാൻ ഒരു ടെറസ് ഒന്ന് കാണിച്ചു തരാം. റൂമിലെ ടെറസിൽ പോയി നോക്കാം. നമുക്ക് സ്റ്റെപ്പ് കയറി മേടിക്കാം. ടെറസിൽ കൊണ്ടുവരുന്ന സ്റ്റെപ്പ് കയറണമല്ലോ. കയറിഫുൾ പോകാം. ഞാൻ മേളിലോട്ട് പിന്നെ വരാറില്ല, അറിയില്ല ഇവിടെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഇനി. വ്യൂ മൊത്തം കാണിച്ചു തരുന്നതായിരിക്കും. വെയിറ്റ് കാണാമോ എന്നറിയില്ല, ഭയങ്കരമായ കാറ്റാണ് ഇവിടെ. തീവ്രമായ കാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്ര കാറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണല്ലോ, അപ്പോൾ അവിടുത്തെ ആ മഴ കൊണ്ട് ക്ലൈമറ്റ് ഇവിടെയും ചേഞ്ച് ആവുന്നുണ്ട്. സോ മച്ച് ക്ലൗഡ്. ഇതിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ടെറസാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഗൈസ്. നമുക്ക് റൂമിൽ പോയാലോ? ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ നിൽക്കുന്നത്, ഭയങ്കര കാറ്റൊക്കെയല്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കാൻ. കാരണം വെയിലില്ലല്ലോ ഈ സമയത്താകുമ്പോൾ നല്ലതല്ലേ ഇവിടെ ഇരിക്കാൻ, നല്ല കാറ്റല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു മഴ പെയ്യുമായിരിക്കും. വീടിൻ്റെ മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ, വ്യൂ ഞാൻ വൈഡിലായിട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. മഴക്കാർ കൊണ്ട് ഇപ്പോൾ സമയം
കറക്റ്റ് 1:30 പക്ഷെ നോക്ക് ഫുള്ള് മഴക്കാറ് കാരണം ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റില്ല മഴക്കാറ് കാരണം. അമേസിങ്. പാർക്കുണ്ട്, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു പാർക്കുണ്ട്. ഇതൊരു പാർക്കാണ്. ഈവനിങ് നമുക്ക് ഈവനിങ് അവിടെ പോകാം പാർക്കിൽ. എനിക്ക് പോകണം, അവിടെ കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അവിടെ പാർക്കിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ലൈവ് കാണണം, എനിക്ക് ലൈവ് പോകണം, കാണിച്ചു തരാം. പക്ഷേ മഴയാണെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. ഓക്കെ ബൈ ബൈ. മഴ പെയ്യുന്നു, അപ്പം മഴ ചാറുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ടെറസിൽ നിന്ന് പെട്ടെന്ന് വന്നല്ല, അവിടെ നിന്ന് പെട്ടെന്ന് വരാനായിട്ട് പോസിബിൾ എല്ലാം ഉണ്ട്. വെളി വന്ന് ഇതാണ് എൻ്റെ റൂം. അപ്പം ഞാൻ എൻ്റെ താഴെ വന്നിരിക്കുക. ഇവിടെ റോഡുണ്ട് ഗൈസ്, ഉണ്ടോ? ഞാൻ കാണിച്ചിരുന്ന ചെടികൾ, തുളസിയുണ്ട് ഇവിടെ, തുളസിയുണ്ട്, അലോവേര ഉണ്ട്, പനിക്കൂർക്ക, ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് 2:30 ഫുഡ് കഴിച്ചാലോ? അപ്പം ഞാൻ ഉണ്ടാക്കി സാമ്പാറും പിന്നെ കേട് വേറെ ഉണ്ടാക്കി. ഇതിൻ്റെ കോമ്പക്ഷി സാമ്പാറും കേടും കൊള്ളും, സാമ്പാറും കേടും പപ്പടവും. പിന്നെ അമ്മ വന്നിട്ട് മറ്റേ ക്യാരറ്റും മാങ്ങ അച്ചാറുണ്ടല്ലോ, അതും. പപ്പടം സാമ്പാറിനൊരു പൊളിക്കൊമ്പയാണ്. അതും ഞാൻ കഴിച്ചിട്ട് ഞാനിപ്പോൾ ചോറിൻ്റെ സമയം നിങ്ങൾക്ക് അറിയാറുണ്ട്. ലേറ്റായിട്ടാകുമ്പോൾ രാവിലെയും കഴിച്ചിട്ടുണ്ട്, സീനില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ. എനിക്ക് എന്തെങ്കിലും കോമഡിപ്പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഉറങ്ങിപ്പോയി ഗൈസ്. ഉറങ്ങിപ്പോയി, മഴയായിരുന്നു വെളിയിൽ. ഇനിയൊന്ന് കുറച്ച് നേരം കഴിയണം ഞാൻ സെറ്റായി വരണമെങ്കിൽ. ഉറങ്ങിയിട്ടല്ലേ എന്താണെന്നറിയില്ല, ഭയങ്കര തലയ്ക്കൊരു ക്ഷീണം. ശരിക്കും അങ്ങോട്ട് ഉറങ്ങിയില്ല. ഞാൻ എണീറ്റ് ഇന്ന് മെസ്സേജ് വന്നപ്പോൾ എണീറ്റതാ. എന്താണെന്നോ മഴയാണ്, നമ്മുടെ സ്ഥലത്ത് മഴ പെയ്യുന്ന കാലാവസ്ഥ നിരീക്ഷണ മെസ്സേജ് ഇട്ടേക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പാർക്കിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, മഴ പെയ്താൽ പോകത്തില്ല, ഇല്ലെങ്കിൽ നമുക്ക് പാർക്കിൽ പോകാം. അപ്പോൾ നമുക്ക് പാർക്കിലേക്ക് പോകുന്നതും കാണുമെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, എന്തോ ഒരു സുഖം. ഗൈസ്, അപ്പം ഞാൻ കുറച്ച് മുമ്പ് എണീറ്റായിരുന്നല്ലോ, എണീറ്റിട്ട് പോയി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റായി. തല നനച്ചില്ല, കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തല നല്ലതായിട്ട് വാഷ് ചെയ്യേണ്ടതാണ്. പറഞ്ഞില്ലായിരുന്നു പാർക്കിൽ പോകാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇട്ട കോസ്റ്റ്യൂം നല്ലതാണ്, അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത്. പാർക്കിൽ പോകാനല്ലേ, എനിക്ക് കുറച്ചൊരു വർക്കൗട്ട് ചെയ്യണം. അപ്പം പാർക്കിൽ പോകാം. നമുക്ക് പാർക്കിൽ പോയിട്ട് വരാം. അതിന് പോകുന്നു ഒക്കെ ചെയ്തു. കാണിക്കാം, ഉണ്ടോ? അവിടാണ് പാർക്ക്, അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. കാണിക്കാം. അപ്പോൾ ഇവിടെ ഫുള്ള് പിള്ളേരത് കണ്ടോ, അവിടെ പിള്ളേർ കളിക്കുന്നു, ഓപ്പോസിറ്റ് ഇവിടെ പിള്ളേർ കളിക്കുന്നു. നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഫുൾ എന്തോ പരിപാടി നടക്കാനുള്ള
ഇതാണ് നമ്മുടെ പാർക്ക് ഗൈസ്. ഇവിടെ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. ഞാൻ നടക്കുന്നു. ഞാൻ നോർമലി വർക്കൗട്ട് ചെയ്യാനാണ്. ഇവിടെ ഇപ്പം ഇത്ര നേരത്തെ വന്നാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് അവിടെ അതുണ്ട്. അവിടെ ഒരു കൂടാരം പോലത്തെ അവിടെ ഇരിക്കുന്നൊക്കെ ഐറ്റംസ് ഉള്ളതാണ്. എന്തോ വഴക്ക പിള്ളേരെല്ലാം കൂടെ ഇതുണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിലെ പോലത്തെ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം പൊളിയാണ്. വൈബായിട്ടുള്ള സ്ഥലമാണ്. ഇതും വഴി ഒരു 10 റൗണ്ട് നടന്നാൽ മതി ഗൈസ്. വർക്കൗട്ട് ചെയ്ത പോലെ. പിന്നെ ആ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, എക്യുപ്മെൻറ്റ്സിലാണ് മെയിനായിട്ട് കയറേണ്ടത്. പക്ഷേ കയറാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ടാണ് നിർത്തില്ല. അമ്മമാർ കുറേ പേരുണ്ട്. അപ്പോൾ കയറാൻ പറ്റുവാണെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്കിത് വഴി നടക്കാം. ഓക്കെ, കുറച്ച് വഴി നടന്നിട്ട് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് അവരൊക്കെ പോകുമല്ലോ, ആ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഫുള്ള് വ്യൂ. നൈസല്ലേ? എല്ലാവരും ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എന്താ പറയുക, വർക്കൗട്ട് ചെയ്യും എല്ലാവരും തന്നെ. എല്ലാവരും തന്നെ ഫുഡ് ഭയങ്കര ഇതായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും വർക്കൗട്ട് ഓരോ ക്രോസിലും ഇതുപോലെ പാർക്കുകളും അവിടെ എക്യുപ്മെൻറ്റ്സും നമുക്ക് വർക്കൗട്ട് ഈവനിങ് ടൈം ആകുമ്പോൾ അത് ഓപ്പൺ ആകും. അപ്പോൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് സോ ഗുഡ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ വരണം. കേരളത്തിലിപ്പോൾ പിള്ളേരൊക്കെ അറ്റാക്ക് വന്ന് മരിക്കുന്ന എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അതുപോലെ വരുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകും. നമ്മുടെ നമുക്ക് ഹെൽത്ത് കോൺഷ്യസും ആകും. ജിമ്മിൽ പോയി പൈസ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക്. ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബഹളമാണ് പിള്ളേരും. അതുപോലെ പാർക്കല്ലേ, അപ്പം അത്യാവശ്യം നല്ല നോയ്സായിരിക്കും. കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിള്ളേരൊക്കെ ചുമ്മാ അലപ്പുറ വയസ്സ് എന്താണോ പറയുന്നവർക്ക്. ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് സംഭവം എന്ന് വെച്ചാൽ എനിക്കിതും പിടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവിടെ ഞാൻ വർക്കൗട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഗൈസ്. എടുത്തരാൻ ആരുമില്ലല്ലോ. ഇതവിടെ വെച്ചിട്ട് ചെയ്താലുണ്ടല്ലോ പിള്ളേരുടെ എടുത്തുകൊണ്ട് ഓടിയാൽ എന്ത് ചെയ്യും? ഐ കാണ്ട് ഡു എനിത്തിങ്. ഇവിടുത്തെ ഭാഷ എനിക്ക് അറിയുകയില്ല. ഇംഗ്ലീഷ് അത് അത്യാവശ്യം ഇച്ചിരിയൊക്കെ അറിയുള്ളൂ. അല്ലാതെ എനിക്ക് കന്നഡ വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ. സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം വാമപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വാമപ്പൊക്കെ കഴിഞ്ഞു ഗൈസ്. പക്ഷേ എനിക്ക് അവിടെ പോയി വർക്കൗട്ട് ചെയ്യണം. പക്ഷെ അവിടെ പോയി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എങ്ങനെ എടുക്കും? ആരും ഇല്ലല്ലോ. എങ്ങനെ എടുക്കും ഞാൻ? ചെയ്തിട്ട് വരാം അല്ലേ? വീഡിയോ എടുക്കണ്ട. വർക്കൗട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പതിയെ പോകാം. ഓക്കെ, ബായ്. വർക്കൗട്ട് അത്യാവശ്യം ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടി ഇരുന്നു. ഞാൻ അത്യാവശ്യം ചെയ്തു. ഇനിയിപ്പോൾ വെള്ളം കുടിക്കണം ഗൈസ്. ഇപ്പോൾ ഈ ടൈമിലാണ് ഇത് വൈവായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, മഴ പെയ്യുന്നു, പൊടിമഴ പെയ്യുന്നു. അപ്പോൾ പോയില്ലെങ്കിൽ സീൻ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ റൂമിൽ ചെന്നിട്ട് കാണാം. 2 മിനിറ്റ് ഇല്ല ഇവിടുന്ന് നടക്കാൻ. റൂമിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ. അപ്പം ഞാൻ തിരിച്ച് റൂമിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോകണം. കുളിച്ചിട്ടൊരു 1 hour 1.5 hour ഒക്കെ കുളിക്കാനെടുക്കും. കാരണം കുളിക്കാനായിട്ട് അത്യാവശ്യം എനിക്ക് പ്രോപ്പറായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹെയറൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് അങ്ങനെ ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ
ഗൈസ്, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. കുളിച്ചു, ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് എന്തായിട്ട് അലോവേര ജെല്ലി ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ നല്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വീഡിയോ ഇടുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഇച്ചിരി വലുതായിട്ടില്ല, കാരണം നൈറ്റ് അവിടെ ലൈറ്റിങ് ഇത് വരുമല്ലോ, ഡള്ളായിട്ടിരിക്കുകയാണ് നമുക്ക് ഫേസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യും. കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് രാവിലെ ദോശ ഉണ്ടല്ലോ, ദോശ ഇല്ലാതെ ഉണ്ടാക്കണം, അതും സാമ്പാറിപ്പോൾ അതും കൂടെ വെച്ച് കഴിക്കും, കിടക്കും. അത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ ബാക്കിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് കാണിക്കണം വേണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത ടൈമിൽ ഫോൺ യൂസ് ചെയ്യില്ല, കാരണം എൻ്റെ ഫോണിൽ നിന്ന് വൈഫൈ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല, കാരണം കട്ടായി പോകും. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഇനി ദോശ കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ കാണുന്നു, കിടക്കുന്നു. ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം. നിങ്ങൾ ഞെട്ടരുത്. എന്താണെന്ന് വെച്ചാൽ ആ സാമ്പാർ അല്ലെങ്കിൽ അഴുക്കായിപ്പോവും, അതിനും നല്ലത് ഇങ്ങോട്ട് ഒഴിക്കുന്നത് തന്നെയാണ്. ഞാൻ അങ്ങനെ ഞാനെങ്കിലും കഴിച്ചെന്നുണ്ടെങ്കിലാകുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ബാക്കി കളയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ആ സാമ്പാർ മൊത്തം ഇങ്ങോട്ട് ഒഴിച്ച് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് അഴുക്കായിപ്പോവും കഴിച്ച്. അപ്പോൾ ഞാൻ എന്താ മൊത്തം കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, രണ്ടും കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സിനിമകൾ കണ്ടുപിടിക്കും. മോസ്റ്റ്ലി ഞാൻ കാണുന്നത് ദിലീപേട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ വെട്ടം, പണിപ്പട കണ്ടും അടുത്തതൊക്കെ. ഇനിയിപ്പോൾ വേറെ ആരും പിടിക്കണം. എനിക്ക് കോമഡി പടങ്ങളൊക്കെയാണ്, പഞ്ചാബി ഹൗസ്, അങ്ങനത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്താ കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത്ര ഇത് കാണുമായിരുന്നു, എന്താ നമ്മുടെ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഒരു മൂവി കണ്ടല്ലോ, അതിന് ബാക്കി കുറച്ചും കൂടി ഞാൻ കണ്ടു. വേറൊന്നുമില്ല, CD മൂസി കണ്ടത്, കുറച്ചും കൂടി അർജുനൊക്കെ ഇരുന്ന് കണ്ടു. അതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ ഈ ബുക്ക് വായിക്കാൻ പോവാം. ബുക്കും വായിച്ച് മാംഗോസ് ഇസ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ മാംഗോയും കഴിച്ച് ഈ ബുക്കും കൂടെ വായിച്ച് ഉറക്കം വരുമ്പോൾ ഉറങ്ങും. ഇനിയിപ്പോൾ ഫോൺ കാണുന്നില്ല, ഇനിയിപ്പം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം, ബുക്ക് വായിക്കുന്നു, സ്ലീപ്പിങ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ചെയ്യുന്നത്. നാളെയാണല്ലോ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇതിലും ഭയങ്കര ലേസി ആയിരിക്കും, കാരണം വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്താലും വീഡിയോ എടുത്തില്ലെങ്കിലും എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, കാരണം എല്ലാം ഓൾറെഡി ക്ലീനാണ്. നാളെ സൺഡേ ആണ് ഫുള്ള് ബോറിങ്, കാരണം ഇപ്പോൾ മഴയാണെങ്കിൽ വെള്ളം പോകുന്നില്ല, കാരണം കോടും ഒക്കെ കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ വെളിയൊന്നും പോകുന്നില്ല ഞാൻ. അപ്പം നമുക്ക് ലെറ്റ്സ് സീ എനിത്തിങ്, ഇഫ് എനി പ്ലാൻസ് I'll make video, okay? If I'm going out then I'll make video. Okay, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഒരു ശനിയാഴ്ചത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു ക്യൂട്ട് ചാനലാണ് എൻ്റെത് എന്ന് ഞാൻ തന്നെ പറയുന്നു. അപ്പം ആ ഒരു ചേച്ചിയും കുഞ്ഞും കൂടെ വഴിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് അവരെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ച ഏറ്റവും നല്ല മാങ്ങ നല്ല വരും. എന്തോ ഒരു പേര് ചേച്ചി പറഞ്ഞായിരുന്നു, നാളെ പോകുമ്പോൾ മേടിക്കണം ഇനി. Okay, bye bye. See you next vlog. Love you all.